കുടകിലെ കാടുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയ ശരണ്യ ഒരുപാട് രക്ഷാദൗത്യം നടത്തിയാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ ശരണ്യക്കെതിരെ ഇപ്പോൾ കേസ് വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ സർ. ശരിയാണോ അത്? പ്രജിതയുടെ ചോദ്യം വളരെ ശരിയാണ്. അതായത് കൊടകിലെ ഏതാനും BJP പ്രവർത്തകർ ഉം. അവർ കൊടകിൽ ഈ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ വനിത ട്രക്കിംഗ് എന്ന പേരിൽ കാട്ടിലേക്ക് പോയതും 3 പകലുകൾ 2 രാത്രിയും അവിടെ കഴിഞ്ഞതിന് ശേഷം അവരെ രക്ഷപ്പെടുത്തിയതുമായിട്ടുള്ള വാർത്ത എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞതായിട്ട് തോന്നുന്നു എന്നാണ് അവർ പറയുന്നത്. അത് വളരെ ന്യായീകരിക്കാവുന്ന ഒരു സംശയമാണ്. ഇപ്പം ട്രക്കിംഗ് എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ സ്പോർട്സ്, സാഹസിക വിനോദം എന്നാണ് നമ്മൾ അറിയണത്, മനസ്സിലാക്കുന്നത്. പ്രജിതയ്ക്ക് തന്നെ അറിയാമല്ലോ, ഇതിനു മുമ്പ് ഒരു യുവാവ് കേരളത്തിലെ വനാന്തരങ്ങളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയും അത് പാലക്കാട്ടാണെന്ന് തോന്നുന്നു അല്ലേ, അവിടെ ഒരു പർവ്വതത്തിൻ്റെ ഒരു പീക്കിൻ്റെ മുകളിൽ കയറി അതിൽ പെട്ടുപോവുകയും അയാൾ വളരെ അവശനായിട്ടാണ്, ഇത്രയും നേരമൊന്നും എടുത്തില്ല എന്ന് തോന്നുന്നു അയാളെ കണ്ടുകിട്ടാനായിട്ട്. അയാളെ കണ്ടുകിട്ടിയപ്പോൾ തീരെ അവശനായിരുന്നു അയാൾ. അയാൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പോയി എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇവരും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർ കൊടക് ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ട്രക്കിംഗ് നടത്താനായിരുന്നു അവർ തീരുമാനിച്ചത്. അപ്പോൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞ് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി എത്തിയപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, സംഘത്തിൻ്റെ കൂടെ, ഏതെങ്കിലും ട്രക്കിംഗ് സംഘത്തിൻ്റെ കൂടെ വേണം പോകാൻ. കാരണം വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവിടെ കാട്ടാനയൊക്കെ കണ്ടുപോകാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 15 പേരുള്ള ഒരു സംഘത്തിൻ്റെ കൂടെ ഇവർ ചേർന്നു. സംഘത്തിൻ്റെ കൂടെ ചേർന്ന് ട്രക്കിംഗ് നടത്തി തിരിച്ചു വരുമ്പോൾ വഴിതെറ്റിപ്പോയി. ഈ 15 പേരും അറിഞ്ഞില്ല ഇവർ ഈ വഴിതെറ്റിപ്പോയ വിവരം എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവിടെയുള്ള ട്രൈബൽസ് ആയിരിക്കണം, ലോക്കൽ പോപ്പുലേഷൻ എന്നാണ് എഴുതിയേക്കുന്നത്. ട്രൈബൽസും ആൻറ്റി നക്സൽ പോലീസ് വിങ്ങും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അവരെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അവർ പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ സംശയാസ്പദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഈ 3 പകലും 2 രാത്രിയും ഇവരെങ്ങനെ ഒരു വനത്തിൽ പെട്ട് ഒറ്റയ്ക്ക് കഴിഞ്ഞു? നമുക്ക് തന്നെ സാധാരണ ആൾ സഞ്ചാരം ഇല്ലാത്ത വനമൊന്നും വേണ്ട, അല്ലാണ്ടുള്ള ഒരു തിക് മാർഷോ ബുഷ് ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്കൊക്കെ പേടി വരും. ഇവരുടെ കയ്യിൽ ട്രക്കിംഗ് ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ആണെങ്കിൽ കൂടി ഇവർ ട്രക്കിങ്ങിന് ഇറങ്ങി തിരിച്ചപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ലൈക്ക് കോമ്പസ്, അതുപോലെ സർവൈവിങ്ങിന് വേണ്ടിയിട്ട്, ബേസിക് സർവൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഉപകരണങ്ങൾ അവരുടെ കയ്യിൽ വേണ്ടതാണ്. അത്യാവശ്യത്തിന് വേണ്ടുന്ന ഭക്ഷണമെങ്കിലും അവർ കരുതിയിരിക്കേണ്ടതാണ്. ഇതൊന്നും കരുതിയില്ല. അവർ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ 3 ലിറ്റർ വെള്ളം കുടിച്ചാൽ കഴിഞ്ഞെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അളക്കാനായിട്ട് ഇവരുടെ ലിറ്റർ പാത്രം ഉണ്ടായിരുന്നു. ഇവർ അരിവീടെടുത്താണെന്ന് പറഞ്ഞു. ഈ 3 പകലും 2 രാത്രിയും കഴിഞ്ഞുകൂടി അരിവീരത്തെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വെള്ളം കുടിച്ച് മാത്രം നിൽക്കുന്ന ഒരാൾക്ക് എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം പെട്ടുപോവുകയും, ഇതുമായി ശീലമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഇത്തരത്തിൽ പെട്ടുപോവുകയും അരുവിയിലെ വെള്ളം മാത്രം കുടിച്ചു നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു ക്ഷീണം മുഖത്ത് പ്രകടമാകും. അതെ, അങ്ങനെ ഒരു സംഭവം നമ്മൾ ശരണ്യയെ വീണ്ടെടുത്ത് കൊണ്ടുവരുമ്പോൾ കണ്ടില്ല. ശരണ്യയുടെ ശബ്ദത്തിൽ അതിൻ്റെതായ ഒരു ക്ഷീണമോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാട്ടിലെ കായ്കനികളും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കാനായിട്ട് ആ ആവാസ വ്യവസ്ഥയുമായി ചേർന്ന് പോയി ജീവിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല ശരണ്യ. സ്വാഭാവികമായിട്ടും അതിൽ തന്നെ ഒരു സംശയം വരുമല്ലോ. ഒന്നില അവരൊരു സൂപ്പർ വുമൺ ആയിരിക്കണം, അതല്ലെങ്കിൽ ഏതോ ഒരു സൂപ്പർ നേച്ചുറൽ ഫോഴ്സ്, നമ്മുടെ കുട്ടിച്ചാത്തൻ സ്വാമീനെ പോലെയൊക്കെയുള്ള ആൾക്കാർ അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടാവണം, അവരുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരിക്കണം. ഇതല്ലാതെ അവരൊറ്റയ്ക്കാണ് പോയതെന്നും ഈ ഒറ്റയ്ക്ക് അവർ 5 ദിവസം വനാന്തരത്തിൽ കഴിഞ്ഞുകൂടിയെന്നും പറയുന്നത് സാധാരണഗതിയിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല, മറ്റ് ഈ ട്രക്കിങ്ങിന് പോയി പരിചയമുള്ള പലരും, അതിൽ 1-2 പേരുടെ അഭിപ്രായം ഞാൻ വായിക്കേണ്ട. അവർ പറയണ ഇത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കഴിയാനായിട്ട്.
സംശയമുണ്ട്, അവരുടെ വേർഷനിൽ സംശയമുണ്ട് എന്നാണ് പറയുന്നത്. അതെ അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തത്. പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ വേറെ എത്രയോ മാർഗമുണ്ട്. അതെ പിന്നെ അത് മാത്രമല്ല, ഇതൊരു വളരെ അപകടം പിടിച്ച അഡ്വഞ്ചറാണ്. കാരണം പ്രജിത ഓർക്കുന്നുണ്ടോ, തമിഴ്നാട്ടിൽ കുരങ്ങുമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ മധുര, തേനി ആ ഏരിയയിലാണ്. ഞാനൊരിക്കൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. കുരങ്ങുമലയിലേക്ക് ട്രക്കിങ്ങിന് പോയ ആൾക്കാർ കാട്ടുതീയിൽപ്പെട്ട് 15 പേരോ 18 പേരോ ആയിട്ട് മരിച്ചുപോയി. അത്രയും ആൾക്കൂട്ടം ഉണ്ടായിട്ട് കൂടി ഇതേപോലെ തന്നെയുള്ള ഒരു വനാന്തരമായിരുന്നു അത്. അവിടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്താവുന്ന സ്ഥലത്ത് കൂടിയാണ് അവർ ട്രക്കിംഗ് നടത്തിയത്. ആ ട്രക്കിംഗ് നടത്തിയപ്പോൾ ഇവർ കാട്ടുതീയിൽ ചെന്നപ്പെട്ടു. അവരുടെ കയ്യിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, എന്നിട്ടും അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. 18 പേരോളം വെന്ത് മരിച്ചു കുരങ്ങുമലയിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു 2021 2022 ആ പീരീഡിലാണ് ഇത് നടന്നിട്ടുണ്ടാവുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടിൽ നമുക്ക് ശരണ്യയുടെ വാക്കുകൾ അങ്ങനെ തന്നെ നമുക്കങ്ങ് വിഴുങ്ങാൻ പറ്റൂല. പ്രത്യേകിച്ചും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും വനാന്തരങ്ങളിൽ മാവോയിസ്റ്റ് ഭീകരവാദികളുടെ ക്യാമ്പുകൾ ധാരാളമുണ്ട്. പ്രജിത വായിച്ചിട്ടില്ലേ? നെക്സലൈറ്റുകൾ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പല നെക്സലൈറ്റുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെയും പിന്നെ തമിഴ്നാട്ടിലേക്ക് വനാന്തരങ്ങളിൽ വെച്ചിട്ട്. ദെൻ അതുപോലെ ഇസ്ലാമിക് തീവ്രവാദികളോട് ആയുധ പരിശീലനം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ടെലിഫോൺ വഴിയോ അല്ലെ മൊബൈൽ ഫോൺ വഴിയോ ഒന്നും ആൾക്കാരെ ബന്ധപ്പെടില്ല. ഇപ്പോഴും അവർ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത് മുഴുവനും. അപ്പോൾ അതിനുവേണ്ടി അവർ ഇങ്ങനെ ഇവരെ നിയോഗിച്ചിരിക്കണയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അത് പോലീസുകാർ അന്വേഷിച്ചാൽ അറിയുള്ളൂ. സംശയങ്ങളുണ്ട് അത്തരത്തില്. എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വിശ്വസിക്കാൻ തോന്നുന്നതല്ല ശരണ്യയുടെ വേർഷൻ. ഈ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സർ, മലമ്പുഴ ചെറാടിയിലുള്ള കൂർമ്പാച്ചി മലയിലാണ് ബാബു എന്ന് പറയുന്ന യുവാവ് നിന്നത്. അത് 45 മണിക്കൂറാണ് ആർമി വന്നിട്ടാണ് രക്ഷിക്കുന്നത്. പക്ഷെ അതിന് വന്ന ഒരു നറേഷൻ എന്ന് പറയുന്നത് കഞ്ചാവടിച്ച് ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ആ ബാബുവിൻ്റെ അമ്മയുടെ കരച്ചിലാണ്. അത് കേൾക്കാതിരിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അപ്പൊ ആർമി ഉൾപ്പെടെ വന്ന് രക്ഷപ്പെടുത്തി. ഇതിപ്പോ 6 അംഗ പോലീസും അവിടെയുള്ള ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു 6 അംഗ സംഘം നടത്തിയ തിരച്ചിലാണ്. ഇതിൽ വരുമ്പോൾ ഒരു നമുക്കറിയാം ഈ പറയുന്ന പോലെ കഞ്ചാവടിച്ച് ഇറങ്ങിയതായിട്ടോ ഒന്നും അല്ല തോന്നുന്നു. പക്ഷേ എവിടെയോ ഒരു ദുരൂഹത വലുതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ പറയും there are some missing dots എന്ന് പറയും. ഒരു ലൈൻ കൊണ്ട് മറ്റൊരു ലൈൻ അല്ല, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ പേന കൊണ്ട് വരയ്ക്കുമ്പോൾ ഡോട്ട്സ് അനുസരിച്ചിട്ട് പോകുമ്പോൾ there are some missing dots. ആ മിസ്സിംഗ് ഡോട്ട്സ് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞാൽ അത് എന്തോ കൂർഗ് പോലീസ്. ഇത് പോലീസ് മാത്രമായിരിക്കില്ല, അവിടെ ആന്റി നെക്സൽ വിങ് ഉണ്ട്. അവരും കൂടി ചേർന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അവരും കൂടി അന്വേഷിച്ച് കഴിയുമ്പോൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കൂടി അന്വേഷിച്ച് കഴിയുമ്പോൾ ഇത് എന്തെങ്കിലും തെളിയാതിരിക്കില്ല. അത് മാത്രമല്ല, ഈ 15 പേരുടെ കൂട്ടത്തിൽ നിന്ന് ഇവർ മാത്രം എങ്ങനെയാണ് വഴിതെറ്റിപ്പോണ മണിക്കൂറുകളോളം. ഇവർ പറയുന്നുണ്ട് ഇവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് ഒരു കുന്നിൻ്റെ മുകളിൽ ഇരിക്കണ ഇവർ കണ്ടു എന്ന് പറയുന്നു. പിന്നെ അവരിപ്പോൾ ഇറങ്ങി വരും എന്ന് വിചാരിച്ച് നിന്നു. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടില്ല എന്ന് പറയായിപ്പോയി. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ലുട്ടാപ്പി, പിന്നെ അതല്ലെങ്കിൽ മായാവി, അതല്ലെങ്കിൽ ഡാഗിനി മുത്തശ്ശിയുടെ കഥ പോലെ എനിക്ക് തോന്നിയത്. ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. കാരണം ബേസിക് റിക്വയർമെൻറ്റ്സ്, ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കരുതേണ്ടായിരിക്കുന്ന ചില ബേസിക് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇല്ലാതെയാണ് ഇവർ ട്രക്കിങ്ങിന് പോയിരിക്കുന്നത്. എനിക്ക് തന്നെ ആലോചിച്ചിട്ട് പേടിയാവണം. എനിക്ക് പേടിയാണ്. ഇവര് കുറ്റിക്കാട് മതി ആ ഏരിയയിലേക്ക് പോകാൻ. എനിക്ക് പേടിയാണ്. പാമ്പുണ്ടാവും, പിന്നെ പറഞ്ഞ പോലെ വല്ല കീരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മനുഷ്യനെ ഉപദ്രവിക്കുമല്ലേ, നമുക്ക് ആ പേടി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കുട്ടി വളരെ അഡ്വഞ്ചറസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇറക്കി പുറപ്പെട്ടത്. പക്ഷേ അപ്പോഴും അവിടെ ചില മിസ്സിങ് ലിങ്ക്സ് ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന വേർഷൻ ഒരു ഫുൾ പ്രൂഫ് വേർഷൻ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്.
എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇവരുടെ ഈ ട്രിപ്പിനെ കുറിച്ചിട്ട്. എന്തായാലും അതെല്ലാം ആന്റി നക്സൽ വിങ്ങും പോലീസും ചേർന്ന് വെളിച്ചത്ത് പുറത്തെടുക്കുമെന്ന് കൊണ്ടുവരികയായിരിക്കും, വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് തന്നെ കരുതാം നമുക്ക്.